ആദാമിന്റെ അവരുടെയും ജീവിതം വളരെ മനോഹരമായാണ് ആരംഭിച്ചത്. അവർക്ക് ദൈവമായൊരു ബന്ധമുണ്ടായിരുന്നു. അവർ അവരുടെ അനുഗ്രഹത്തെ നശിപ്പിക്കുകയും അവരുടെ പ്രവൃത്തികൾ ലോകത്തെ പാപത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. അതുകൊണ്ട് ദൈവം അവരെ തോട്ടത്തിൽ നിന്നും പുറത്താക്കി. അവർ പുറത്താക്കപ്പെട്ട മഹത്തായ ഭവനം എവിടായിരുന്നു എന്ന് ഇതുവരെ ആരും കണ്ടെത്തിയിട്ടില്ല. ഉൽപ്പത്തി പുസ്തകം 2:10-14 പറയുന്നത് പോലെ തോട്ടം നനയ്ക്കാൻ ഏദനിൽ നിന്നൊരു നദി പുറപ്പെടുകയും അവിടെ നിന്ന് അത് വിഭജിച്ച് 4 നദിയുടെ ഉത്ഭവസ്ഥാനമായി മാറുകയും ചെയ്തു. ആദ്യത്തേത് പേര് പീഷോൻ എന്നാണ്. അത് അവീല ദേശത്തോട് ഒഴുകുന്നു. അവിടെ സ്വർണ്ണമുണ്ട്. ആ ദേശത്തു നിന്നുള്ള സ്വർണം ശുദ്ധമാണ്. ഗുലുഗുലും ഗോമേതകവും അവിടെയുണ്ട്. കൂഷ് ദേശത്തോട് ഒഴുകുന്ന 2ാമത്തെ നദിയുടെ പേരാണ് ഗീഹോൻ എന്നാണ്. 3ാമത്തെ നദിയുടെ പേര് അസീറിയുടെ കിഴക്ക് ഒഴുകുന്ന ടൈഗ്രീസ് എന്നാണ്. 4ാമത്തെ നദി യൂഫ്രട്ടീസ് ആണ്. ഏതിൽ അവർ എന്താണ് അനുഭവിച്ചതെന്ന് ആർക്കും നേരിട്ടറിയില്ല. അതുമാത്രമല്ല, പൂന്തോട്ടം എവിടെയാണെന്ന് ആർക്കും കൃത്യമായി അറിയില്ല. പീഷോൻ, ഗീഹോൻ, ടൈഗ്രീസ്, യൂഫ്രട്ടീസ് എന്നിവയാണ് 4 നദികൾ. അവസാനത്തെ 2 നദികൾ ഇന്നും ഉണ്ട്. എന്നാൽ പീഷോനും ഗീഹോനും ഒരു ചോദ്യചിഹ്നം മാത്രമായി നിൽക്കുന്നു ഇന്നും. ടൈഗ്രീസ്, യൂഫ്രട്ടീസ് എന്നിവയെ അടിസ്ഥാനമാക്കി നോക്കുകയാണെങ്കിൽ മിഡിൽ ഈസ്റ്റിലാണ് ഏദൻ തോട്ടം ഉണ്ടായിരുന്നെന്ന് കരുതപ്പെടുന്നു. എന്നാൽ എവിടെയാണെന്ന് ഇതുവരെയും വ്യക്തമല്ല. ഇതുപോലുള്ള വീഡിയോ കാണുക.